പുതിയ സർക്കാർ അധികാരമേറ്റെങ്കിലും തമിഴ്നാട്ടിൽ നാടകീയതകൾക്ക് അവസാനമാകുന്നില്ല. പിളർപ്പിന് പിന്നാലെ വിമതരെ വെട്ടിലാക്കാൻ AADMK ശ്രമം ഊർജിതമാക്കി. നാളത്തെ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുത്ത് TVKക്കെതിരെ വോട്ട് ചെയ്യാൻ MLA-മാർക്ക് വിപ്പ് നൽകി. ഇതിനിടെ മുഖ്യമന്ത്രി C. ജോസഫ് വിജയിയെ പുകഴ്ത്തിയ ഏക MLA S. കാമരാജനെ AMMK പുറത്താക്കിയിട്ടുണ്ട്. ചുമതലയേറ്റതിന്റെ 3-ാം നാൾ ജോൾസിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി ഉത്തരവിറക്കുന്ന ഒരു പ്രത്യേക നടപടിയും തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരികയാണ്. അതേസമയം വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കരുത് എന്ന മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരെ TVK MLA ശ്രീനിവാസ സേതുപതി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. മനേഷ് മൂർത്തിയുണ്ട് ചെന്നൈയിൽ നിന്നും. മനേഷ്, ഇപ്പോഴും സംഭവ ബഹുലമായി തുടരുകയാണ് തമിഴ്നാട് രാഷ്ട്രീയം. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അമൽ, എന്തായാലും ഈ പറഞ്ഞ രീതിയിലാണ്. ഓരോ ദിവസം കഴിയുന്നതോറും, മണിക്കൂറുകൾ കഴിയുന്നതോറും വീണ്ടും വീണ്ടും ട്വിസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു തമിഴ് രാഷ്ട്രീയത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ അത് TVKയുടെ ഒരു സർക്കാർ രൂപീകരണം എന്നുള്ളൊരു നിലയിൽ മാത്രമായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്തായാലും വിവിധ പാർട്ടികൾക്കുള്ളിൽ വലിയ തോതിലുള്ള പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. DMKയിൽ നിന്ന് SP വേലുമണിയുടെയും CV ഷൺമുഖത്തിന്റെയും നേതൃത്വത്തിലാണ് ഒരു ഫ്രാക്ഷൻ ഇപ്പോൾ TVK പിന്തുണയ്ക്കും എന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചത്. 30 MLA-മാരുടെ പിന്തുണ അവർക്കുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ അവർക്കെതിരെ കൂടിയാണ് എന്തായാലും വിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. DMKയുടെ 47 MLA-മാർക്കും അഗ്രി SS കൃഷ്ണമൂർത്തി, വിപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട അഗ്രി SS കൃഷ്ണമൂർത്തി ഇപ്പോൾ വിപ്പ് നൽകിയിട്ടുണ്ട്. വിപ്പ് ലംഘിച്ചാൽ പാർട്ടി നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. TVKക്ക് പ്രതികൂലമായി വോട്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും 47-ൽ 17 MLA-മാരുടെ പിന്തുണ മാത്രമാണ് നിലവിൽ DMKയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എടപ്പാടി പളനിസ്വാമിക്ക് ഉള്ളത്. മറ്റൊന്ന് TVKയുടെ ഒരു MLA-ക്കെതിരെ വന്ന ഒരു മദ്രാസ് ഹൈക്കോടതിയുടെ കേസാണ്. മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശമാണ് വോട്ട് ചെയ്യാൻ അനുവാദമില്ല. തെരഞ്ഞെടുപ്പ് കേസ് നിലനിൽക്കുന്നതാണ്. തിരുപ്പതിൽ നിന്നുള്ള സേനാപതി എന്ന് പറയുന്ന MLA-യുടെ ഒരു കേസാണ്. അപ്പോൾ ആ കേസിനെതിരെ ഈ സേനാപതി എന്തായാലും ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തനിക്ക് നാളെ വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് തന്നെ അടിയന്തരമായി കേൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, അതിന് പിന്നാലെ അമ്മാമക്കൾ മുന്നേറ്റ കഴകത്തിന് ഒരേ ഒരു MLA ആണുള്ളത്. അത് മന്നാർഗുഡിയിലെ കാമരാജ് എന്ന് പറയുന്ന MLA ആണ്. MLA ഇപ്പോൾ പാർട്ടി പുറത്താക്കിയിരിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം നിയമസഭയിൽ മുഖ്യമന്ത്രി വിജയെ പുകഴ്ത്തി സംസാരിച്ചു എന്നുള്ളത് കൊണ്ടാണ് ആ രീതിയിൽ ഒരു കാര്യം എന്തായാലും നടന്നിരിക്കുന്നത്. അങ്ങനെ നിരവധി ട്വിസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു തമിഴ്നാട്ടിൽ. ശരി, മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.